നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ ലേറ്റസ്റ്റ് ആയിട്ട് കൺവിൻസ് ചെയ്തതാരാ? ഈ മഴക്കാലത്ത് ചെയ്യാറില്ല. അഭിലാഷ് ഞാൻ ക്ലൈമാക്സ് കണ്ടിട്ട് ഞാൻ കരഞ്ഞുപോയി. എന്നിട്ട് ഞാൻ മെസ്സേജ് അയച്ചു സഹിച്ചേട്ടേക്ക് റിപ്ലൈ തരുകയും ചെയ്തു. അതുപോലെ നിങ്ങളുടെ മെസ്സേജ് ആണെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ കുറച്ച് കമന്റ്സ് വായിച്ച് സഹിച്ചേട്ട സൗണ്ട് ഭയങ്കര രസാ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫോർവേഡ് ചെയ്ത് കൊടുത്ത ഒരു സിനിമ ചെയ്തു, സ്റ്റേറ്റ് അവാർഡ് കിട്ടി. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടോ? ചെറുതാ വലുത്. മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂംസ് എല്ലാം മാറിക്കഴിഞ്ഞ ശേഷം ആ സ്പോട്ടിൽ എന്നെ മാറ്റിയിട്ടുണ്ട്. ഞാൻ അഭിനയിച്ചിട്ട് പോലുമില്ല. ആ സമയത്ത് എന്നെ പോലെ തന്നെ വേറൊരുത്തന വഴി ഇങ്ങനെ പോകുന്നു. അതേപോലെ ഞാൻ വളരെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു നായിക നടിയുടെ കൂടെയാണ് അന്ന് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ അന്വേഷിച്ചപ്പോൾ പ്രൊഡ്യൂസറുടെ പെങ്ങളുടെ മകൻ കുവൈറ്റിൽ എങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇവനും ഈ നടിയെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അവനൊക്കെ എന്തിനാണ് കുവൈറ്റിൽ നിന്ന് ഇപ്പൊ വന്നത്. സുരേഷിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭയങ്കര സീരിയസ് നെഗറ്റീവ് റോൾ ചെയ്തിട്ട് ഇപ്പൊ കുറച്ചാളായിട്ട് ഭയങ്കര കോമിക്. മറ്റത് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് പോയി ചെയ്യണമെന്നില്ല. ആർക്കെങ്കിലും ഇഷ്ടപ്പെടും. രാവിലെ എഴുന്നിട്ട് പോയി തല്ലുള്ള റോപ്പിൽ കെട്ടി. ഇത് എന്തിനാണെന്ന് നമുക്ക് പലപ്പോഴും അറിയത്തില്ല. ഈ റോപ്പൊക്കെ കെട്ട പഠിച്ചു ഞാൻ. മറ്റത് 2-3 പേരൊക്കെ ഹെൽപ്പ് പെട്ടെന്ന് അടി വാങ്ങിച്ച് പോവാന്നുള്ളതാണ് പരിപാടി. എന്തായാലും വാങ്ങണം. ആട് 3 ഷൂട്ട് തുടങ്ങി. എന്റെ 2 സീൻ ഷൂട്ട് ചെയ്തു. നമ്മൾ ക്രിസ്മസ് റിലീസാണ് ടാർഗറ്റ് ചെയ്യുന്നത്. 2 കാലഘട്ടമൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം 100 വർഷം മുമ്പുള്ളൊരു കാലഘട്ടമൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്നും ദേഷ്യം കിടപ്പുണ്ട് മനസ്സിൽ. ഇന്ന് നമ്മുടെ കൂടെ 2 കിടിലൻ ആക്ടേഴ്സും 1 കിടിലൻ ഡയറക്ടറും 1 കിടിലൻ ഫ്ലാസ്ക് ആയിട്ടാണ് വന്നേക്കണത്. ഡയറക്ടർ രാഹുൽ സർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണ, പിന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ ഫേവറേറ്റ് ആക്ടർ സൈജു കുറുപ്പ്. ശരിക്കും എന്താ വാട്ട് ഇസ് ഫ്ലാസ്ക്? ആ ഫ്ലാസ്കിന്റെ ഇമ്പോർട്ടൻസ് എന്താ സിനിമയിൽ? ഫ്ലാസ്ക് എന്ന് പറയുന്നത് ഗൺമാനായിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന പോലീസുകാരെ കളിയാക്കി വിളിക്കുന്ന, ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ രഹസ്യമായിട്ടൊക്കെ വിളിക്കുന്ന ഒരു പേരാണ്. അപ്പം ശരിക്കും ഒരു PSO ആയിട്ട് പോസ്റ്റിംഗ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ജോലിയാണത്. രാത്രിയും പകലും ഒക്കെ ഡ്യൂട്ടിയുള്ള ഒരു ഡിഫിക്കൽട്ട് ജോലിയാണ്. പക്ഷേ അവരുടെ ജോലിയെ കുറച്ച് കളിയാക്കാൻ വേണ്ടി ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ അങ്ങനെ പോലീസുകാർക്കിടയിൽ ചുമ്മാ തമാശയായിട്ടൊക്കെ അവർ കളിയാക്കി പറയുന്നൊരു പേരായിട്ടാണ് ഫ്ലാസ്ക് എന്നുള്ള പേര് ഞങ്ങൾ ആദ്യം കേൾക്കുന്നത്. അതെന്താ ഫ്ലാസ്ക് എന്ന് വിളിക്കാൻ കാരണം? ചിലപ്പോൾ ഈ ജഡ്ജിക്കും അല്ലെങ്കിൽ ഇവരെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ പറഞ്ഞ ഹയർ ബ്യൂറോക്രാറ്റ്സിനൊക്കെ ചിലപ്പം വല്ല ചായ കണ്ടിട്ടൊക്കെ ആവാം. അതിന്റെ ഉത്ഭവം എന്താണെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. ഒരു പോലീസുകാരൻ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായി വർക്ക് ചെയ്തിരുന്ന അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജഡ്ജ് റിട്ടയർ ചെയ്ത സമയത്ത് ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി. വളരെ വൈകാരികമായ കുറിപ്പാണ്. ഞാനൊരു ഫ്ലാസ്ക് ആണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതിയത്. അപ്പം അതിനകത്താണ് ഞാനിത് ആദ്യമായിട്ട് ഇങ്ങനെ എന്താണ് ഫ്ലാസ്ക് എന്നുള്ള ഇതേ കൗതുകത്തിൽ നിന്നാണ് അത് മനസ്സിലാക്കിയേക്കുന്നതും അദ്ദേഹത്തെ കാണുന്നതും ഒക്കെ. ആക്ച്വലി ഇത് എനിക്ക് ഒരു പുതിയ അറിവായിരുന്നു. രാഹുൽ ഈ കഥ പറയുമ്പോഴാണ് ഈ ഒരു പോസ്റ്റിനെ എങ്ങനെ ഒരു കളിയാക്കിയിട്ട് എങ്ങനെ ഒരു ഫ്ലാസ്ക് എന്ന് വിളിക്കാറുണ്ടെന്നുള്ളത്. ഞാനത് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ഹൈക്കോടതിയിലുള്ള 1-2 സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഗതി ഉണ്ട്. അതിനൊരു വലിയൊരു പരസ്യ ഇത് കിട്ടിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഹിഡൻ ആയിട്ട് അങ്ങനെ വിളിക്കുന്നവരുണ്ടെന്നാണ് പറയുന്നത്. എനിക്കും അറിയില്ലായിരുന്നു. പിന്നെ രാഹുൽ പറഞ്ഞ പോലെ ഒരു പോലീസ് ഓഫീസർ തന്നെ മജിസ്ട്രേറ്റിന്റെ PSO ആയിരുന്ന അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും അപ്പൊ അപ്പോഴാണ് കുറച്ചുകൂടെ വ്യക്തമായത് ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടെന്ന്. ഇതൊരു സുഖമുള്ള ജോലിയായിട്ട് പറയുന്നത് അല്ല, ഇത് ആക്ച്വലി സുഖമുള്ള ജോലിയായിട്ട് എടുക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ കഥാപാത്രം അത്യാവശ്യം സുഖത്തിലല്ല, പണി കിട്ടുന്ന കഥാപാത്രം. ചെറിയൊരു ഹിന്റ് കിട്ടി. കാരണം ഇയാള് ലൈറ്റ് ബെഡ്റൂം ലൈറ്റ് ഓഫ് ആക്കുന്നത് വരെയാണ് ഇവരുടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത്. അത് ചിലപ്പോ 1 മണിക്കോ 2 മണിക്കോ ആവാം. ശരിക്കും റിയൽ ലൈഫിൽ അങ്ങനെയാണ്. ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിയുന്നുള്ളൂ. അതുവരെ ആൾ അലർട്ട് ആയിട്ടിരിക്കണം. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയി കഴിഞ്ഞാൽ പണി രാവിലെ വരെ അങ്ങനെയൊക്കെ നമ്മൾ ഈ പടത്തിൽ അത് കാണിച്ചിട്ടുണ്ട്. സഹിച്ചേനോട് ഞാൻ തന്നെ കാര്യം പറയാനുള്ളത് അഭിലാഷത്തിന്റെ കാര്യമാണ്. അഭിലാഷ് ഞാൻ ക്ലൈമാക്സ് കണ്ടിട്ട് ഞാൻ കരഞ്ഞുപോയി. എന്നിട്ട് ഞാൻ മെസ്സേജ് അയച്ചു സഹിച്ചേട്ടേക്ക് റിപ്ലൈ തരുകയും ചെയ്തു. എനിക്ക് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്തിരിക്കാൻ പറ്റണില്ല. അതുപോലെ അതെയായിരുന്നു. കോപ്പി പേസ്റ്റ് ആണല്ലോ, എല്ലാവർക്കും കോപ്പി പേസ്റ്റ്. ഐ ഷുഡ് അക്നോളജ്. എനിക്കിത് വായിച്ചിട്ട് എനിക്ക് ആക്ച്വലി ഒരുപാട്
ഒരുപാടെന്ന് പറഞ്ഞാൽ നമ്മൾ കൊളോക്കിൽ പറഞ്ഞ കണ്ടമാനം മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ കണ്ടമാനം മെസ്സേജ് റിപ്ലൈ ചെയ്യാന്ന് പറയുന്നത് ഒരു ഭീകരമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഒരു വ്യക്തി ഇത്രയും കാര്യങ്ങൾ എഴുതി അവരവരുടെ ടൈം കളയുവാണ് നമുക്ക് വേണ്ടിയിട്ട്, നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ അക്നോളജ് ചെയ്യണം. ശരിയാണ്. അപ്പൊ ഞാൻ കോപ്പി പേസ്റ്റ് തന്നെയാണ് ചെയ്യണത്, അത് ഞാൻ സമ്മതിക്കുന്നു. പെണ്ണുങ്ങളുടെ മെസ്സേജ് ആണെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ കോപ്പി പേസ്റ്റ് എന്തെങ്കിലും വരും. ലവ് ചിഹ്നം എല്ലാവർക്കും കൊടുക്കും. അത് അതാണ് ഒരു ബയസായിട്ട് ഉള്ള പരിപാടിയല്ല. എത്രയോ ആമ്പിളരെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പൊ ഇത് കേൾക്കുമ്പോ ഇതിൽ എന്നിട്ട് എനിക്ക് മെസ്സേജ് റിപ്ലൈ ഇല്ലല്ലോ. അല്ല, അപ്പം എനിക്ക് ഇതിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കാനുള്ളത് ഇപ്പം ഭരതനാട്യം, പിന്നെ അഭിലാഷം, ഇത് OTT-ൽ വേണമെങ്കിൽ നമുക്ക് ബ്ലോക്ക് ബസ്റ്റർ എന്ന് തന്നെ പറയാം. നമ്മൾ ബ്ലോക്ക് ബസ്റ്റർ വേർഡ് നമ്മൾ ബോക്സ് ഓഫീസ് അല്ലെങ്കിൽ തിയേറ്റർ ഹിറ്റ്സിനാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്കൊന്ന് ഭരതനാട്യം ആയിരിക്കാം ചിലപ്പോൾ മലയാളത്തിൽ ഒരു പക്ഷേ റവന്യൂ ഷെയറിംഗ് ബേസിസിൽ വന്നിട്ട് ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവുന്ന ആദ്യത്തെ മലയാളം സിനിമ. നമുക്ക് 10 ദിവസത്തിനകം, അതായത് 9 ദിവസം എന്ന് തോന്നുന്നു, 50 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സ് കിട്ടിയൊരു സിനിമയാണ്. അതിനുശേഷം നമുക്ക് അഭിലാഷം അതിനേക്കാളും മേളിൽ പോയി. ഭരതനാട്യത്തിന്റെ സമയത്തും അഭിലാഷത്തിന്റെ സമയത്തും, പ്രത്യേകിച്ച് ഇപ്പൊ അഭിലാഷത്തിന്റെ സമയത്ത് എല്ലാവരും ഒരേപോലെ എഴുതുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ആക്ടറിന് മെസ്സേജ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഈ മെസ്സേജ് കാണുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, പക്ഷെ എങ്കിലും എഴുതാണ്ടിരിക്കാൻ പറ്റിയില്ല. ഓക്കെ, ഇത് രണ്ടാമത്തത്. മൂന്നാമത്താണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ മിസ് ചെയ്തു. ഞങ്ങൾക്ക് ഇപ്പോൾ ഗിൽറ്റ് ഫീൽ ഉണ്ട്, ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട്. ഇനി അടുത്ത് വരുന്ന നിങ്ങളുടെ സിനിമ ഞങ്ങൾ ഉറപ്പായിട്ടും കാണും. ഞാൻ പറയണത്, എനിക്ക് എത്ര പേര് മെസ്സേജ് അയച്ചു. ഇതിൻ്റെ അകത്ത് ഇവരൊക്കെ ഫ്ലാസ്ക് പോയി കണ്ടാൽ മതി, ഫ്ലാസ്ക് ഹിറ്റാണ്. സീരിയസ്ലി, ഈ എനിക്ക് മെസ്സേജ് അയച്ച ആൾക്കാർ അവരുടെ സുഹൃത്തുക്കളുടെ കൂടെ ആ സിനിമ കാണാൻ വേണ്ടി പോയാൽ പിന്നെ ഒരു അവസരത്തിൽ ഇത് OTT-ൽ വരുമ്പോൾ ഇവർക്കിത് പറയേണ്ടി വരില്ല. അതെ, മറ്റേ ഫസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, അതായത് ആദ്യമായിട്ടാണ് ഒരു ആക്ടർക്ക് മെസ്സേജ് അയക്കുന്നുള്ളത്. അതിന് പ്രശ്നമില്ല, ഓൾറെഡി എനിക്ക് അയച്ചു കഴിഞ്ഞു. അപ്പൊ ഒരു പ്രാവശ്യം കൂടെ എനിക്ക് സുരേഷ് ചേട്ടനൊക്കെ അയക്കാം. അപ്പൊ അതിന്റെ പ്രശ്നമില്ല, അല്ലേ? ഫ്ലാസ്കിനും അതേപോലെ വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതുകൊണ്ട് എല്ലാവരും, എനിക്ക് മെസ്സേജ് അയച്ചവരും അയക്കാത്തവരും, ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചിട്ടുള്ളവർക്കും, അല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ വിട്ടുപോയെങ്കിൽ അവരെല്ലാവരും പോയി ഫ്ലാസ്ക് തിയേറ്ററിൽ തന്നെ കാണണമെന്നാണ് എൻ്റെ ടീമിൻ്റെയും അപേക്ഷ. ഉറപ്പായിട്ടും കാണാം, ഉറപ്പായിട്ടും. ഈ ഡയറക്ടറും ആക്ടറും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ ഇപ്പോൾ സഹിച്ചേണ്ട ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഡയറക്ടറിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ ശരിക്കും നോക്കുന്ന ഒരാളാണെന്ന്. അപ്പോൾ ഈ ഒരു മൂവിയിലുള്ള കണക്ഷൻ എങ്ങനെയായിരുന്നു? ബോണ്ട് നമ്മൾ സ്റ്റാർട്ട് ആവുന്നത് ഡാഗിനി തൊട്ടാണ്. ഡാഗിനി എന്ന് പറഞ്ഞ സിനിമ എനിക്കൊന്ന് രണ്ടാമത്തെ സിനിമ. ആദ്യത്തെ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, അദ്ദേഹത്തിന് മൂന്നാമത്തെ സിനിമയ്ക്ക് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടി. പക്ഷെ ആ പടത്തിലൊന്നും ഞാനില്ല. സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് കിട്ടിയ പടത്തിലൊന്നും എനിക്ക് ഭാഗാൻ പറ്റില്ല. അതെ, അതിന്റെ ഇടയ്ക്ക് ഒരു പടത്തിന് കിട്ടിയില്ല, അതിനകത്താണ് ഞാനുള്ളത്, ഡാഗിനി. അപ്പോൾ ഡാഗിനിയിൽ ഞാൻ അഭിനയിച്ചു. എനിക്കൊരു വളരെ ഉഗ്രനായിട്ടുള്ളൊരു വിക്രമൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം എനിക്ക് തന്നു ഇദ്ദേഹം. അപ്പോൾ എനിക്ക് ഇവരുടെ ടീമിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ അകത്ത് ഇതിപ്പം രാഹുൽ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പുകഴ്ത്തി പറയണം, ഇത് പുകഴ്ത്തി പറച്ചിലല്ല ആക്ച്വലി. പക്ഷെ അതൊരു ഭയങ്കര ഒരു ഡൈസി സിറ്റുവേഷനാണ് നമ്മൾ ഈ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോഴേ. പക്ഷെ അത് ഞാൻ പറയാം, രാഹുൽ വളരെ ടാലന്റഡ് ആയിട്ടുള്ള, അത്യാവശ്യം ബിസിനസ് അറിയാവുന്ന, കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള, സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വളരെ നല്ലൊരു മനുഷ്യനാണ്. ഓക്കെ, ഇത്രയും ക്വാളിറ്റീസ് ഉള്ള ഒരാള് ഇനിയിപ്പം നാളെ പോയിട്ട് ഒരു ആവറേജ് സിനിമയുടെ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് അതിനകത്ത് അഭിനയിക്കാൻ തോന്നും. പിന്നെ ഇമ്മൻസ്ലി ടാലന്റഡ് ആണ്, അതുകൊണ്ട് ഒരു ആവറേജ് പടം എടുക്കൂല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ പറയുന്നത്. അത് വേറൊരു വിഷയം. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള, എന്നാൽ നല്ല മനുഷ്യരും കൂടെയാണ്. ഇത് ആഡഡ് അഡ്വാൻറ്റേജ് ആണ്, നല്ല മനുഷ്യരും കൂടെ ആകുമ്പോഴത്തേക്ക് വേ ദേ ബിഹേവ്. ഇത്രയും നല്ലതൊന്നും ഞങ്ങളുടെ വീട്ടുകാർ അപ്പം ഇവരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. സുരേഷ് പറഞ്ഞല്ലോ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് രാഹുലിനെ അറിയാം, നേരിട്ടല്ല, ആള് മിടുക്കണമെന്നൊക്കെ അറിയാം. എനിക്ക് നേരത്തെ അവാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ജയ് മഹേന്ദ്രനിലാണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത്. ജയമേന്ദ്രനിൽ എനിക്കും ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഈ സൈജി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടീമിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഈ ടീമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെ ഞാൻ ഇത്രയും വർഷമായി സിനിമയിലുള്ള ആളാണ്. ഇതിലൊരുത്തനെ പോലും ഞാൻ വേറെ ഒരു സെറ്റിലും കണ്ടിട്ടില്ല. ഇത്രയും കാലമൊക്കെ എവിടെയായിരുന്നു ഇവരൊക്കെ? ആരാ ഒരു പിടുത്തമല്ല, ഓടിച്ചാടി വർക്ക് എടുക്കുന്നുണ്ട്.
എല്ലാം മിടുക്കന്മാരുമോ. ഇവര് വേറെ സെറ്റിലൊന്നും കാണുമില്ല. ഈ അസോസിയേറ്റിന്റെ വേറെ പടത്തിൽ കാണുന്നുണ്ടോ ഇല്ല, ഈ ക്യാമറമാന്റെ വേറെ പടത്തിൽ കാണുന്നുണ്ടോ ഇല്ല. ഇവരെവിടുന്നൊക്കെ പൊട്ടി പൊളച്ചിങ്ങനെ ടീമാണ്. അപ്പോൾ ഇത് കൊള്ളാലേ പരിപാടി എന്ന് വെച്ചിട്ട് എനിക്ക് ജയമഹേന്ദ്രനിൽ ഇവരുടെ ഒരു വർക്കും അതിൻ്റെ ഒരു എല്ലാവരും വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു. ആ സെറ്റിൽ വെച്ചിട്ടാണ് രാഹുൽ എൻ്റെ അടുത്ത് ഇങ്ങനൊരു കഥയെ പറ്റി പറയുന്നത്, ഈ ഫ്ലാസ്കിൻ്റെ ഒരു വൺ ലൈൻ പറയുന്നത്. അന്ന് ആക്ച്വലി ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലായി. ഇതുവരെ ആരും പറയാത്ത ഒരു സബ്ജക്റ്റും ക്യാരക്ടേഴ്സും കാര്യങ്ങളും നല്ലൊരു സ്കോപ്പ് ഉണ്ടെന്ന് തോന്നിയപ്പോഴത്തേക്കും എനിക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് ആക്ച്വലി ഇതൊന്നുമല്ല കാസ്റ്റിംഗ്, സൈജു അല്ലെങ്കിൽ ഞാനും ഒന്നും ആ കാസ്റ്റിങ്ങിലില്ലായിരുന്നു. കുറച്ചുകൂടെ വേറൊരു ലെവലിലത്തെ ഒരു കാസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അത് ശരിക്കും ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ആക്ച്വലി ഡ്രോപ്പായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ നിൽക്കുമ്പോഴാണ് ഞാൻ ദുബായിലുള്ള സമയത്ത് രാഹുൽ എന്നെ വിളിക്കുന്നത്. നമ്മളന്ന് പറഞ്ഞ കഥ എങ്ങനെ സൈജു ചേട്ടൻ ആ സംഭവം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ജഡ്ജിൻ്റെ വേഷം ചേട്ടൻ ചെയ്യാവോ എന്ന് വെച്ചാൽ നമ്മൾ അത്രയും നല്ല ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ആരും കുഴപ്പമില്ല, ഞാൻ മറ്റന്നാൾ വരും വന്നിട്ട് നമുക്ക് നേരിട്ട് കാണാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ അത് വീണ്ടും ഓണാവുന്നതും. പിന്നെ അധികം താമസിയാതെ തന്നെ നമ്മൾ ഷൂട്ടിലേക്ക് കിടന്നു. ആ ഷൂട്ടും ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഒരു രീതിയിൽ പോലും നമ്മളെ മുഷിപ്പിക്കാത്ത, അങ്ങനെ നമ്മളെ വളരെ എന്താ പറയുക ഉള്ളം കയ്യിൽ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും. ഇനി ഞാൻ ഈ ചോദ്യം നേരെ തിരിച്ച് രാഹുൽ ചേട്ടനോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായി ഇവരുടെ കൂടെ? തിരിച്ചിത് പുകഴ്ത്തി പറയൽ റൗണ്ടാന്ന് തോന്നുന്നു. സൈചേട്ടൻ ഒരുപാട് പറഞ്ഞുകൊണ്ട് അതെ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ. സൈചേട്ടനുമായിട്ടാണ് ആദ്യം പരിചയം ഉണ്ടാകുന്നത്. സിനിമ ജീവിതം തുടങ്ങുന്ന സമയത്ത് ആദ്യം എന്താ പറയുക, കുറച്ച് അനുഭാവപൂർവ്വം നമ്മളെയൊക്കെ കുറച്ച് പരിഗണിക്കുന്ന അപൂർവ സെലിബ്രിറ്റികളിൽ ഒരാളായിരുന്നു സൈചേട്ടൻ. നമുക്കങ്ങനെ സിനിമ ഇതൊന്നും ബന്ധമൊന്നും ഇല്ലാതെ ഒരു സിനിമ ചെയ്തു, അതിന് ഒരു ചെറിയ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. എന്നിട്ടാണ് ഡാഗിനി ചെയ്യാനായിട്ട് എത്തുന്നത്. അപ്പം അന്ന് സൈചേട്ടനൊക്കെ തന്ന ഒരു പരിഗണന അതൊക്കെ ശരിക്കും ഭയങ്കര സ്പെഷ്യലാണ്. അത് ചെറുതും വലുതൊക്കെയുണ്ട്. അല്ലല്ല, അത് അറിയാണ്ട് പറഞ്ഞു പോയത്. അത് കഴിഞ്ഞപ്പോഴോ സ്റ്റേറ്റ് അവാർഡുള്ള എനിക്ക് കിട്ടിയത്, ബെസ്റ്റ് ഫിലിമാണ് കിട്ടിയത്. എൻ്റെ അടുത്ത് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടോ, അത് ചെറുതോ വലുതോ? അപ്പം ആ സമയത്താണ് സൈചേട്ടനെ പരിചയപ്പെടുന്നത്. പിന്നെ ഉടനീളം സൈചേട്ടനായിട്ട് ആ ബന്ധം ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു മൂത്ത ബ്രദറിനെ പോലാണ്. എനിക്കൊരു ആക്ടറായിട്ട് അങ്ങനത്തെ ഒരു ബന്ധമല്ല. എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയുന്ന ആളുള്ള ഒരാളാണ് സൈചേട്ടൻ. അപ്പം പല അനാവശ്യങ്ങളും ഞങ്ങൾ പരസ്പരം പങ്കുവെക്കാറുണ്ട്. ഞങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ഏറ്റവും കൂടുതൽ പരസ്പരം പങ്കുവെക്കാറുണ്ട്. സുരേഷ് ചേട്ടനെ സത്യത്തിൽ ഞങ്ങൾ ജയമഹേന്ദ്രൻ എന്ന് പറഞ്ഞ സീരീസിന് കാസ്റ്റ് ചെയ്യാനായിട്ട് ശരിക്കും എനിക്കും ശ്രീകാന്ത് ഞങ്ങൾ ചേട്ടനടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു സുരേഷ് ചേട്ടൻ അഭിനയിക്കാൻ വരുന്നത്. കാരണം കൺവിൻസ് ചെയ്ത് കളയാൻ പഠിച്ചിട്ടാണ് അദ്ദേഹം ഈ കൺവിൻസിങ് പദവിയിലോട്ട് എത്തി. പക്ഷെ സുരേഷ് ചേട്ടൻ വരുമ്പം അദ്ദേഹം ഇത്രയും സീനിയറാണ്, നമ്മളൊക്കെ നമ്മുടെ പ്രായത്തിനേക്കാൾ കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് തോന്നുന്നു. അപ്പം അതിൻ്റേതായ ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പം പക്ഷേ സുരേഷ് ചേട്ടൻ ഫസ്റ്റ് ഡേ ശരിക്കും ചേട്ടൻ്റെ അത് ഭയങ്കര കുറവ് ദിവസമേ ചേട്ടൻ ജയമഹേന്ദ്രനെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ വന്ന ദിവസങ്ങളിൽ ഞങ്ങളുടെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരെ സെറ്റ് വന്നതുപോലത്തെ ഒരു വൈബാണ് സുരേഷ് ചേട്ടൻ തരുന്നത്. അപ്പം സുരേഷ് ചേട്ടനും പിന്നെ ഈ പറഞ്ഞ പിള്ളേർക്കാണെങ്കിൽ എല്ലാവർക്കും സുരേഷ് ചേട്ടനുമായിട്ട് ജെല്ല് ചെയ്യാൻ സുരേഷ് ചേട്ടൻ അങ്ങനത്തെ ഒരു മാജിക് ഉണ്ട്. ഏതൊരാളെയും ജെല്ല് ചെയ്യിക്കാൻ പറ്റുന്ന സുരേഷ് ചേട്ടൻ മറ്റേ ലിക്വിഡ് ആണ്. ഏതിലും ഷേപ്പൊക്കെ എടുക്കും. ഒരു വട്ടം ജോലി ചെയ്ത എല്ലാ ആളുകളും എനിക്ക് ഉറപ്പാണ് വീണ്ടും സുരേഷ് ചേട്ടനെ വിളിക്കാനുള്ള ടെൻഡൻസി കൂടും. കാരണം അത് അദ്ദേഹം നമുക്ക് വരുമ്പോൾ തരുന്ന ഒരു ആക്ടറിൽ തരുന്ന ഔട്ട്പുട്ട് അത് എല്ലാവർക്കും അറിയാവുന്ന പറ്റി ആരൊക്കെയോ വെറുതെ അനാവശ്യമായി പറഞ്ഞിട്ട് വലിയ കുഴപ്പക്കാരനാണ് പറഞ്ഞു വരുത്തിയിട്ട് ആരൊക്കെ വെറുതെ മനഃപൂർവ്വം ഇതൊക്കെ എന്റെ വീട്ടുകാരൊന്നായിരിക്കില്ല പുറത്തേക്ക് പറയാം സൂക്ഷിക്കണം കേട്ടോ അതൊക്കെ. കാരണം വീട്ടിൽ എന്താന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് അങ്ങനെ ഒരു എന്നെ പറ്റി അങ്ങനെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു അപവാദ പ്രചാരണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഇവരും കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇവര് പേടിച്ചു നിൽക്കുമായിരുന്നു. അപവാദ പ്രചരണമല്ല, ഈ പൊക്കവും ശബ്ദവും ഇതൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ. സുരേഷ് ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും മറ്റേ പൂക്കിയാണെന്ന്. സുരേഷ് ചേട്ടൻ വന്നാൽ ഞങ്ങൾക്ക് ഉത്സവമാണ് ശരിക്കും. ഒരു പക്ഷേ ഞങ്ങളുടെ എല്ലാവർക്കും എന്ന് വെച്ചാൽ എൻ്റെ ഡയറക്ഷൻ ടീമിൻ്റെ നമ്മുടെ പിള്ളേരുടെ എല്ലാവരുടെയും ഒരു ലുക്കപ്പ് ചെയ്യുന്ന എന്ത് ജീവിതം നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ സുരേഷ് ചേട്ടൻ്റെ ജീവിതം വേണമെന്നായി.
അതുപോലെ ജീവിതം ആഘോഷിക്കുന്ന എൻജോയ് ചെയ്യുന്ന സെലിബ്രേറ്റ് ഒരാളാണ്. ലൈറ്ററായിരിക്കുന്ന ആളാ എല്ലാം. അപ്പം സുരേഷ് ചേട്ടൻ്റെ പോലത്തെ ഒരു ജീവിതം ആണ് ഞങ്ങളുടെയൊക്കെ ഒരു സ്വപ്നം. ഞങ്ങളവിടെ ആ ഗുരുദക്ഷിണ അർപ്പിച്ച് ഞങ്ങളത് പഠിച്ചാണ്. ഇതിപ്പം ഇവർ രണ്ടാളുടെ ആക്ടേഴ്സിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഒരു നമ്മുടെ ആടിലെ റോളൊക്കെ അബുഭീകരൻ ഫുൾ കോമഡി ചെയ്തിട്ട് അഭിലാഷം ചെയ്തപ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ലൊരു റൊമാൻറ്റിക് ഒരു സീരിയസ് ക്യാരക്ടറായി. ഇപ്പോൾ സുരേഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭയങ്കര സീരിയസ് നെഗറ്റീവ് റോൾ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ആളായിട്ട് ഭയങ്കര കോമിക് ആ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം. സോ ആ ഒരു ഷിഫ്റ്റ് എങ്ങനെ നിങ്ങൾ ബാലൻസ് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം ആക്ട് ചെയ്യുമ്പോൾ? ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, ഈ വികാരങ്ങളെല്ലാം. ഒരു കൊമേഡിയൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്. ഇപ്പോൾ സുരേഷ് ഏട്ടൻ ചിലപ്പോൾ നാളെ ഒരു റൊമാൻറ്റിക് സിനിമ ചെയ്യുമായിരിക്കും പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ട്. ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. പ്രൊവൈഡഡ് ഫിലിം മേക്കേഴ്സ് റൈറ്റേഴ്സിന് അങ്ങനെ തോന്നണം. ഓക്കെ, ഇപ്പം സുരേഷ് ഏട്ടൻ്റെ ഇപ്പം സ്ക്രീനേജ് എന്താണ് അത് വെച്ചിട്ട് സുരേഷ് ഏട്ടന് ആ ഒരു രീതിയിലുള്ള ഒരു പ്ലേസ്മെന്റ് ഒരു റൊമാൻറ്റിക് സിനിമയിൽ കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് അത് ചെയ്യും. അപ്പോൾ അതുകൊണ്ടത് ഒരു അങ്ങനെ ഒരു ഭീകര നമുക്ക് ഹോംവർക്ക് ചെയ്യലോ ഒരു ഷിഫ്റ്റ് അതൊരു ഇപ്പം ഐ ആം വെരി ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ ടു ഷംസു സൈബ ആൻഡ് ജനിത് കാച്ചിപ്പള്ളി ആൻഡ് ദ പ്രൊഡ്യൂസേഴ്സ്. അതിന് കാരണം ഇവർ ഇങ്ങനെ ഒരു സിനിമയിൽ എന്നെ പ്ലേസ് ചെയ്തു. അല്ലെങ്കിൽ ചിലപ്പം ആരും വിചാരിക്കില്ല. ഇപ്പം ഞാൻ കുറേ നാളായിട്ട് ഹ്യൂമർ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ സീരിയസ് കഥാപാത്രം പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഞാൻ 40+ ആയിട്ട് എന്നെ ഒരു ഇങ്ങനത്തെ ഒരു അഭിലാഷ് എന്ന് പറഞ്ഞ ഒരു റൊമാൻറ്റിക് ഹീറോയുടെ ഒരു ഇതിൽ പ്ലേസ് ചെയ്തത് അതൊരു ഭയങ്കര ഭാഗ്യമാണ് ആക്ച്വലി എനിക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിൽ. പക്ഷേ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ റൊമാൻസ് ഉണ്ടല്ലോ, ആ വികാരമുണ്ട്, കൊമേഡിയൻ ഉണ്ട്, സീരിയസ് കഥാപാത്രമുണ്ട്, അല്ലേ? അങ്ങനെ സംഭവിക്കില്ല. അപ്പം ഇതെല്ലാം ഓരോ കഥാപാത്രങ്ങളാണല്ലോ, ഓരോ വികാരങ്ങളും ഓരോ കഥാപാത്രങ്ങളായിട്ട് മാറും. പ്രത്യേകിച്ച് ഹോംവർക്ക് കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് പേഴ്സണലി ഏതാ ഇഷ്ടം ചെയ്യാൻ? അല്ല, ഇതിപ്പോൾ നമ്മൾ പണ്ട് സീരിയസ് വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മളിത് തന്നെയാണ്, മനസ്സിലായില്ലേ? നോർമൽ ലൈഫിലും നമുക്ക് സിനിമയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ചിലപ്പോൾ ഇങ്ങനത്തെ വേഷങ്ങൾ തന്നെയാണ്. മറ്റത് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് പോയി ചെയ്യണമെന്നില്ല. ആർക്കെങ്കിലും ഇഷ്ടപ്പെടും രാവിലെ എഴുന്നേറ്റ് പോയി തല്ലുള്ള റോപ്പിൽ കെട്ടി ചെളിയിലിട്ട് വാരി തേക്കുക. ഇത് എന്തിനാണെന്ന് നമുക്ക് പലപ്പോഴും അറിയത്തില്ല. അവരെ ചെന്ന ഉടനെ കുറച്ച് ചോരയൊക്കെ ഒഴിച്ചിട്ട് ഡ്രസ്സ് കൊണ്ടുവരും, പിന്നെ ഇടിയാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പടം കഴിയാറാകുമ്പോഴാണോ ഇതിനായിരുന്നു അന്ന് ഇടിച്ചതെന്നൊക്കെ നമുക്ക് അപ്പോഴാണ് ഓർമ്മ വരുന്നത്. സ്ക്രിപ്റ്റ് നമുക്കറിയില്ല, സ്ക്രിപ്റ്റ് ചോദിക്കാൻ പറ്റത്തില്ല, ചെന്ന് ഇടി വാങ്ങിക്കുക. അപ്പൊ അതൊക്കെ ചെന്ന് ഇടി വാങ്ങിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് തന്നെ ഈ റോപ്പൊക്കെ ഇട്ട പഠിച്ചു ഞാൻ, ഹാർനസ് ഒക്കെ ഞാൻ മറ്റത് 2-3 പേരൊക്കെ ഹെൽപ്പ് ചെയ്യണം. നമ്മളെന്നെ പെട്ടെന്ന് പഠിച്ച് ടൈറ്റ് ആക്കി റെഡി ഒക്കെ പറഞ്ഞു പെട്ടെന്ന് അടി വാങ്ങിച്ച് പോവാന്നുള്ളതാണ് പരിപാടി. എന്തായാലും വാങ്ങണം. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഞാൻ ഈ രാത്രി ഞങ്ങളുടെ വളരെ ക്ലോസ് സർക്കിളായിട്ടുള്ള ഒരു ടീം, സച്ചി അല്ലെങ്കിൽ ഷാഫി, അങ്ങനത്തെ ഒരു ടീമിൻ്റെ കൂടെ ഞങ്ങളൊരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ ഈ ലൊക്കേഷനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വന്ന് അവതരിപ്പിക്കുന്നത് ഭയങ്കര കോമഡിയിലേക്ക് അവതരിപ്പിക്കുക. ചിലപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാലും ഇവന്മാരൊക്കെ എനിക്ക് ദേഷ്യം വരും, എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞ് ചിരിക്കുകയാണ്. അങ്ങനെ അവർ നമ്മുടെ റിയൽ ലൈഫിൽ ഞാൻ എന്താണെന്നുള്ള തിരിച്ചറിയുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു സച്ചിയും ഷാഫിയൊക്കെ. 2 പേരും നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ അവരൊക്കെയാണ് ഒരുപക്ഷെ ഈ ഒരു കോമഡിയിലേക്ക് മാറാനുണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത് അവരാണ്. കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇവനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റും. നമ്മളെ ഒട്ടും അറിയാതെ അല്ലെങ്കിൽ വേറൊരു സിനിമയിൽ കണ്ടിട്ടായിരിക്കാം വേറൊരു ഡയറക്ടർ അടുത്ത പടത്തിൽ തല്ലുകൊള്ളാൻ വിളിക്കുന്നത്. തല്ലുകൊള്ളാൻ വിളിക്കുക എന്നുള്ളതാണ്, അറിയിക്കാൻ വിളിക്കുന്നതല്ല, തല്ലുകൊള്ളാൻ വേണ്ടി വിളിക്കുന്നത്. അങ്ങനെ ആൾക്കാർ തിരിച്ചും കൊടുക്കണ്ടില്ല. അവസാനം കുറച്ച് സമയങ്ങളിൽ തിരിച്ചു കൊടുക്കാൻ പറ്റിയത് മാത്രമേ ഉള്ളൂ. അത് കൊണ്ടത് അധികം കൂടുതൽ ബോഡി മുഴുവൻ മുറിവും ചതവും ഒക്കെ ഉണ്ടായിട്ടുള്ള കുറെ അനുഭവങ്ങളുണ്ട്. ശരിക്കും അങ്ങനെ പറ്റുമല്ലേ? പിന്നെ ആക്ടിങ് ഒക്കെ ആണെങ്കിലും ഭയങ്കര സ്ട്രെയിൻ ഉണ്ട്, ഫൈറ്റിലൊക്കെ സ്ട്രെയിൻ ഉണ്ട്. എത്രയോ ആൾക്കാർ ഒരുപാട് കാലം കിടപ്പായിട്ടുണ്ട്, പല ഇഞ്ചുറിയും സംഭവിച്ചിട്ടൊക്കെ. ഇപ്പൊ സൈജാന്റെ അടുത്ത് ആടിന്റെ കുറച്ച് വിശേഷങ്ങൾ ചോദിക്കും. ആട് 3 ഷൂട്ട് തുടങ്ങിയ ആട് 3 ഷൂട്ട് തുടങ്ങി. എൻ്റെ 2 സീൻ ഷൂട്ട് ചെയ്തു. 9 ദിവസം നമ്മൾ ടോട്ടൽ എല്ലാം കൂടെ ഷൂട്ട് ചെയ്ത്. പക്ഷേ മഴ ഒരു രക്ഷയിലായിരുന്നു പാലക്കാട്. അതുകൊണ്ട് മെയ് 22-ാം തീയതി നമ്മൾ രാവിലെ വരെ ഷൂട്ട് ചെയ്തു, എന്നിട്ട് പിന്നെ ബ്രേക്ക് ചെയ്തു. ഇനിയിപ്പം ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ വീണ്ടും തുടങ്ങും. തുടങ്ങും. നമ്മൾ ക്രിസ്മസ് റിലീസാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു സെപ്റ്റംബർ വരെയൊക്കെ ഷൂട്ട് കാണും.
2 കാലഘട്ടമൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം അതിൻ്റെതായ 100 വർഷം മുമ്പുള്ളൊരു കാലഘട്ടമൊക്കെ കാണിക്കുന്നുണ്ട്. അതെ. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടാണത് ഷൂട്ട് ചെയ്യാൻ, പ്രത്യേകിച്ച് ഈ മഴയും കൂടെ ഉള്ളപ്പോഴത്തേക്കും ഭയങ്കര ടഫാണ്. കുതിരയും കാളവണ്ടിയും കോഴി അങ്ങനെയുള്ള ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള ഇവരെയൊക്കെ വെച്ചിട്ടുള്ളൊരു ഷൂട്ടാണ്. പലപ്പോഴും ഒന്ന് സെറ്റായി വന്ന് കഴിയുമ്പോഴത്തേക്കും കുതിരയൊക്കെ കറക്റ്റ് പൊസിഷനിൽ വന്ന് നിന്ന് കാളവണ്ടിയൊക്കെ കറക്റ്റ് വരുമ്പോഴത്തേക്കും മഴ പെയ്യും. പിന്നെ ഒരു 45 മിനിറ്റ് 1 മണിക്കൂർ പോക്കാണ്. അപ്പോൾ അത് പ്രൊഡക്ഷൻ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടായിരുന്നു. 9 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തത് നമ്മൾ വിചാരിച്ച അത്രയും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്തു. സോ ഇനിയിപ്പം നമ്മൾ ഇൻറ്റീരിയർ ഷൂട്ട് ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. അപ്പോഴത്തേക്കും മഴയൊന്ന് ഒതുങ്ങുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇപ്പം ഇത് നിൽക്കുന്നില്ലല്ലോ, ഇത് എന്ത് മഴയതല്ലേ. ഞാൻ ഇടയ്ക്കൊന്ന് ദുബായി പോയി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തണുത്ത് കുറച്ചല്ലേ പോകുന്നത്. ഇവിടെ പുറത്തിറങ്ങാലോ AC ആണല്ലേ ഇപ്പം. അവിടെ ചെന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്ത് പാർക്കിങ്ങിലേക്ക് ഇറങ്ങിയപ്പം വൻ ചൂട്. അടിപൊളി, എത്ര നാളായി ചൂടൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു 3-4 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ തിരിച്ച് കേരളം തന്നെയാണ്. ചൂടെന്ന് വെച്ചാൽ എൻ്റെ ദൈവമേ, തന്തൂരി ചിക്കനായി ആവിപ്പോ നമ്മള്. ഇത് നിങ്ങൾ 3 പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആരായിരിക്കും ഇതിൽ പ്രൊഡ്യൂസർ ആവാ? അടുത്ത ഏത് പടം എന്തെങ്കിലും ഉണ്ടോ? അതെ, ആലോചിക്കുക ആരാ. അല്ലല്ല, ഇനി ഇവരെങ്ങനെ ഉണ്ടോന്ന് ആലോചിക്കാറ്. രാഹുലിന്റെ എനിക്ക് ഏതൊക്കെയാണെന്ന് അറിയാം. പക്ഷെ സുരേഷ് ചേട്ടന് അതിന്റെ ഇടയ്ക്കെങ്ങാനും പ്ലാൻ ചെയ്തിട്ട് നമുക്ക് അറിയില്ല. നടക്കുന്നുണ്ട് കാണല്ലേ. നമ്മൾ ഭരതനാട്യം 2 ഒക്ടോബറിൽ, ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്നാണ് പടത്തിന്റെ പേര്. അതേപോലെ തന്നെ ഭരതനാട്യം എനിക്കന്ന് ഫസ്റ്റ് പാർട്ടിനെക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഹ്യൂമറും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. അപ്പം ഇപ്രാവശ്യമെങ്കിലും ആൾക്കാർ തിയേറ്ററിൽ വന്ന് സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം പ്രതീക്ഷയാണല്ലോ, പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഫ്ലാസ്കിലും വരട്ടെ ആൾക്കാർ. നിങ്ങളുടെ സൗണ്ടിനെ പറ്റിയിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ആ ഒരു കാര്യം ഞാൻ കുറച്ച് കമന്റ്സ് വായിച്ച്, ഇപ്പോൾ സൈച്ചേൻ്റെ ആണെങ്കിലും ശബ്ദഗാംഭീര്യത്തിനെ പറ്റിയിട്ട് കുറേ ആളുകൾ അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര കാമായിട്ട് സംസാരിക്കണം. ശരിക്കും ഇങ്ങനെ തന്നെയാണല്ലേ ആള്? എല്ലാവരും. രാഹുൽ ഭയങ്കര കൂളായിട്ടുള്ളൊരു ഡ്യൂഡാണ്. ഭയങ്കര കൂളാണ് രാഹുൽ. അങ്ങനെ ദേഷ്യം അങ്ങനെ കണ്ടിട്ടേ ഇല്ല. ലൊക്കേഷനിൽ അങ്ങനെ ഒരു ആളെ കണ്ടിട്ടില്ല നമ്മൾ. അപ്പൊ സാധാരണ ഇങ്ങനെ സിനിമ ഡയറക്ടേഴ്സിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ ആവേണ്ട ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടാവും. അയാളുടെ ടീമിൽ ആരെങ്കിലും തെറ്റ് കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുമ്പോഴാണ് ഒരാൾ ചൂടാവുന്നില്ല, വെറുതെ ചൂടാവുന്നില്ല. രാഹുലിനെ സംബന്ധിച്ച് ആ ഒരു ടീമിനകത്ത് ഓരോരുത്തർ ഏൽപ്പിച്ച പണികൾ വളരെ വൃത്തിയായിട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു എല്ലാവരും. ഓക്കെ, ഞങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ ശരിക്കുള്ള സംഭവം എന്ന് വെച്ചാൽ ഇവരത് പറഞ്ഞിട്ടും കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. നമ്മൾ കരുതിയിട്ടുള്ള അവന്റെ പണി ചെയ്യുന്നുണ്ട്, ഇവരെന്തിനാ വഴക്ക് പറയേണ്ട കാര്യമില്ല. 7 മണിക്ക് ഇറങ്ങിയിരിക്കും, നമ്മളൊക്കെ കൃത്യം ലൊക്കേഷനിലെത്തും. അങ്ങനെയുള്ള നമുക്കാണെങ്കിൽ ഒരു ക്യാമറാമാനെ കിട്ടിയിരുന്നു ഇതിനകത്ത്. മറ്റൊരു ക്യാമറാമാൻ. ഞാൻ അടുത്തിടെയാണ് പുള്ളിയുടെ സൗണ്ട് മനസ്സിലാക്കിയത്. ഇതാണ് അവന്റെ സൗണ്ട്. അവൻ രാവിലെയൊക്കെ കൈൻ്റെ മുകളിൽ കയറി ഇരുന്നാൽ പിന്നെ കാണുന്നേ ഇല്ല, അവിടെ എങ്ങാണ്ട് പോയി ഇരിക്കുക. ഫുൾ ടൈം ഈ പരിപാടി ക്യാമറ വിട്ടാൻ മാറുന്നില്ല. സാധാരണ ഡേസി എന്നൊക്കെ പറഞ്ഞ ഒരു 5-5:30 ആകുമ്പോഴത്തേക്കും ലൈറ്റ് ഡള്ളാകുമ്പോഴത്തേക്കും പാക്കപ്പ്. കാരണം അവരുടെ റിസ്ക് ആണ്. അല്ലെങ്കിൽ ചിലപ്പോൾ സ്ക്രീനിൽ വരുമ്പോൾ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. ഇവനാകുമ്പോൾ 6-6:45 മണി വരെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അവിടെയൊക്കെ ഇരുട്ടായി. ക്യാമറ ഇരുട്ടായല്ലോ, കുഴപ്പമില്ല എടുക്കാട്ടെ. അങ്ങനെ ഒരു സ്പീഡ് വർക്കുള്ള ഒരു ക്യാമറാമാൻ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചാർട്ട് ചെയ്തതിനേക്കാളും 2 ദിവസം നേരത്തെ ഞങ്ങൾ ഷൂട്ട് തീർന്നു. അപ്പം അത് ഒരു ടീം വർക്കിന്റെ ഒരു ഗുണം കൂടിയാണ്. ഇതിന് ഞാനത് ഒരുപക്ഷെ ഇതൊരു അവസരമായിട്ട് എടുത്ത് ഇവർ രണ്ടുപേരോട് മാപ്പ് പറയേണ്ട വരെ സാഹചര്യങ്ങളുണ്ട്. കാരണം പലപ്പോഴും ക്യാരവനിൽ പോയി ഡ്രസ്സ് മാറാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. സീൻ സമയം ലാഭിക്കാനായിട്ട് കാട്ടിനകത്താണ് ഇതിന്റെ സെക്കൻഡ് ഹാഫ് മുഴുവൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബാക്കിലൊക്കെ വലിയൊരു ആൽമര ഉണ്ടെങ്കിൽ ഞാൻ സുരേഷ് മാറിയ ഒരു 25 മിനിറ്റ്. അല്ല, അത് നമ്മൾ മിക്കവാറും സെറ്റിലൊക്കെ ഷോട്ട് ഇല്ലെങ്കിൽ നമ്മൾ നേരെ കാരവനിൽ പോയി ഇരിക്കാനാണ് അധികം ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാവരും മറ്റു തിരക്കും ആൾക്കാരൊക്കെ ആയിരിക്കും അവിടെ. ചിലപ്പോൾ നമുക്ക് സിങ്ക് ആവുന്ന ആൾക്കാരുണ്ടാവില്ലായിരിക്കും. ഒറ്റയ്ക്ക് പോയിരിക്കാം, കുറച്ച് നേരം മൊബൈൽ നോക്കിയിരിക്കുക എന്നൊക്കെയുള്ള ഒരു മൂഡിലാണ് നിൽക്കുക. ഇവിടെ ഞങ്ങൾ അങ്ങനെ ഒരു കാരവനിലേക്ക് പോയിട്ടുള്ള ഒരു ലൈഫില്ലായിരുന്നു. ഞങ്ങളൊരു ടീം എന്തായാലും ഒരു മാറിയിരുന്നു. നമുക്ക് എന്തെങ്കിലും തമാശയും പറഞ്ഞ് ചിരിച്ചിങ്ങനെ ഞങ്ങൾ സമയം പോവാറുള്ള ലൊക്കേഷനാണത്. അല്ല, ശബ്ദഗാംഭീര്യത്തെ പറ്റി പറയില്ല, എന്താ പറയേണ്ടത്? ഞാൻ അതല്ല കുറച്ച് കമന്റ്സ് വായിച്ച്. സൈച്ചേന്റെ സൗണ്ട് ഭയങ്കര രസാ,
ആ ഒരു ശബ്ദം കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഇതാന്നൊക്കെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക്? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫോർവേഡ് ചെയ്ത് കൊടുത്ത ഞാൻ 2-3 ആൾക്കൂടെ കൂട്ടാൻ പോയായിരുന്നു. ഇല്ല, കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കല്ലെങ്കിൽ നമ്മുടെ വോയിസ് ആവൂല അല്ലേ? അല്ല, ആവുമല്ലോ. ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ രൂപ ഇഷ്ടപ്പെടും അല്ലേ. പിന്നെ ഈ ഇടയ്ക്ക് നമ്മൾ കുറച്ച് തടി വെക്കുമ്പോഴൊക്കെയാണ് ഇഷ്ടപ്പെടാണ്ട് വരുന്നതും പിന്നെ നമ്മളത് കുറയ്ക്കാനുള്ള ശ്രമം നടത്തുന്നതൊക്കെ. ഇഷ്ടപ്പെടാണ്ട് വരുന്നത് നല്ലതാണ്. പക്ഷെ വോയിസ് പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാണ്ട് വന്നിട്ടും കാര്യമില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, അപ്പൊ അത് സന്തോഷമുള്ള കാര്യമാണ്. ഒരു ആക്ടർക്ക് വേണ്ടത് വോയിസും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണല്ലോ. ഈ ശബ്ദത്തിന്റെ ഇത് പറഞ്ഞപ്പോൾ ഏറ്റവും നന്നായി ശബ്ദം ആക്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ആളായിട്ട് സുരേഷ് ചേട്ടനെ തോന്നിയിട്ടുണ്ട്. പുള്ളി ഡബ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് ഒരു അത്ഭുതത്തോടെ നോക്കിയിരുന്നു ഈ പടത്തിന്റെ ഡബിങ്. പുള്ളി ഇത് ഇവർ രണ്ടുപേരും ഈക്വൽ സ്ക്രീൻ സ്പേസ് ഉള്ള 2 ക്യാരക്ടേഴ്സാണ്. സുരേഷ് ചേട്ടൻ 4 മണിക്കൂർ കൊണ്ട് ഡബ് ചെയ്തിട്ട് പോയി. ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഡബിങ് സ്യൂട്ട് എത്തിയപ്പോൾ തീർന്നെന്ന് പറഞ്ഞു. 4 മണിക്കൂർ കൊണ്ട് സീനൊന്നും കാണുക പോലും വേണ്ട, ഡയലോഗ് എല്ലാം കാണാതെ പഠിച്ചിട്ട് വീട്ടിൽ നിന്ന് ഓർത്ത് വെച്ച് ഈ ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത്. എന്നിട്ടാണ് നേരത്തെ ഹോംവർക്ക് ഒന്നും ഇല്ലാന്ന് അങ്ങനെ അത് ഭയങ്കര തെറ്റാണ്. ഈ 2 പേരുടെയും കാര്യത്തിൽ ഇവര് ഹോംവർക്ക് ഇല്ല എന്ന് പറയുന്നത് വിനയമാണ്. കാരണം ഇതിനകത്ത് 2 പേരും ഈ സൈചൻ ഒരുപക്ഷെ സ്ക്രിപ്റ്റ് ഫുള്ള് ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സുരേഷ് ചേട്ടൻ ഒരു 12 വട്ടമെങ്കിലും ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. എന്നേക്കാൾ നന്നായിട്ട് ഈ സ്ക്രിപ്റ്റ് സുരേഷ് ചേട്ടന് ഷൂട്ട് ചെയ്യാൻ വരുമ്പോഴേ അറിയാം. അപ്പം സീൻ 76 ആ ഡയലോഗ് ഇങ്ങനെ മാറ്റിയാലോ ഒന്ന് റാൻഡോ ആയിട്ടൊക്കെ ഉച്ചയ്ക്കൊക്കെ വിളിച്ച് ചോദിക്കും. അങ്ങനത്തെയൊക്കെ ഭയങ്കര അത്രയും പ്രിപ്പയർഡ് ആയിരുന്നു സുരേഷ് ചേട്ടൻ. എന്നിട്ട് ഒരു ദിവസം ഷൂട്ട് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് ഇങ്ങനെ എവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യമായിട്ട് കാണണം. അപ്പോൾ ഞാൻ ചെന്ന് ഇപ്പം ഒരു അത്യാവശ്യമില്ല, ഞാൻ ഒരു സാധനം പറഞ്ഞു കേൾപ്പിക്കാം, ഒരു ഡയലോഗ് മോഡുലേഷൻ പറഞ്ഞു കേൾപ്പിക്കാം എന്ന് ഞങ്ങളൊരു കഫേ വെച്ച് മീറ്റ് ചെയ്തിട്ട് സുരേഷ് ചേട്ടൻ ഒരു സീനിലെ ഡയലോഗ് മോഡുലേറ്റ് ചെയ്ത് പറഞ്ഞു കേൾപ്പിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ ത്രൂ ഔട്ട് പടത്തിൽ എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും ഞങ്ങൾ അതുവരെ കാണാത്ത ഒരു ഡയമെൻഷൻ ആ ക്യാരക്ടറിന് വന്നു ആ സമയത്ത്. അപ്പം അപ്പോഴെൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ആക്ട് ചെയ്യുമ്പോൾ പാളയെ നമുക്ക് ഡബ്ബി പിടിക്കാൻ സാധാരണ പോലെ ഡബ് ചെയ്തോളാം. പക്ഷേ ഞാൻ പറഞ്ഞ 2 പേര് അതുപോലെ തന്നെ സൈചേട്ടനും ഇതുപോലെ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. ഈ 2 പേരും ഇതിനെപ്പറ്റി ഒരുപാട് ചിന്തിക്കുകയും എവിടെയോ ആ എഫേർട്ട് ഉള്ളത് കൊണ്ടാണല്ലോ ഇത് തിരിച്ചു വരുന്നത്. അപ്പൊ ഇതിനാണ് ഹോംവർക്ക് എന്ന് പറയണത് അല്ലേ? നമ്മൾ ചെയ്തിട്ട് പിന്നെ പോലെ ടെക്നിക്കൽ ഇച്ചിരി മനസ്സിലാവാതെ. നിങ്ങൾക്ക് 3ആൾക്കും ലൈഫിൽ അല്ലെങ്കിൽ ഇപ്പൊ കരിയറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ റിജക്ഷൻസ് ഒക്കെ ഫേസ് ചെയ്യണ വന്നിട്ടുണ്ടാവുമല്ലോ. സോ അത് ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ? അല്ല, ഞാനൊരു നല്ലൊരു മോട്ടിവേഷൻ ആണ് ഉദ്ദേശിച്ചത്. അതായത് അത് എങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്തതെന്നാണ് ചോദിക്കാൻ വന്നത്. അല്ല, അത് ഓവർകം നാച്ചുറലി അതൊരു ഫയർ ആയിട്ട് എടുത്താൽ മതി. റിജക്ഷൻസ് ഡെഫിനറ്റ്ലി അങ്ങനെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അയാളുടെ ലൈഫ് 0 ആയി പോകും അല്ലേ? എല്ലാവരുടെ ലൈഫിലും റിജക്ഷൻസ് ഉണ്ടാവും. അല്ലാതെ ഒന്നും ജനിച്ച ഉടനെ നേരെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോകാൻ പറ്റുന്നില്ല. റിജക്ഷൻ എന്തായാലും ഉണ്ട്. റിജക്ഷൻ്റെ അളവ് ചിലപ്പോൾ ഓരോരുത്തരെ വെച്ചിട്ട് ചിലപ്പോൾ ഈ ഏറ്റവും കുറച്ചിലൊക്കെ ഉണ്ടാവില്ല. എൻ്റെ ചിലപ്പോൾ വലുതായിരിക്കാം, സാഹചര്യം ചെറുതായിരിക്കാം, ഉണ്ടായിരിക്കാം. സോ അത് ചിലപ്പോൾ അയാളുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ഇതാണ് അയാൾക്ക് മുമ്പോട്ട് പോകണം എന്നുള്ളൊരു വാശി നമുക്ക് കിട്ടുന്നത്. ഞാൻ ഈ എന്നെ റിജക്ട് ചെയ്ത ആൾക്കാരുടെ സിനിമകളിൽ വരെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ അതൊക്കെ ഞാൻ അതൊരു മേക്കപ്പ് ഇട്ടിട്ട് മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂംസ് എല്ലാം മാറിക്കഴിഞ്ഞ ശേഷം ആ സ്പോട്ടിൽ എന്നെ മാറ്റിയിട്ടുണ്ട്. ഞാൻ അഭിനയിച്ചിട്ട് പോലുമില്ല. ആ സമയത്ത് എന്നെ പോലെ തന്നെ വേറൊരുത്തന വഴി ഇങ്ങനെ പോകുന്നു വളർത്തി വെക്കുക. ഞാൻ ഇവാരോടാന്ന് വെക്കുമ്പോൾ അതേ കോസ്റ്റ്യൂംസ് ഒക്കെ കിട്ടുക. നമുക്ക് വെപ്രാളമാണ്. കാരണം നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് എങ്ങനെയോ കയറി ഇരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതേപോലെ ഞാൻ വളരെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു നായിക നടിയുടെ കൂടെയാണ് അന്ന് സീൻ ഷൂട്ട് ചെയ്യേണ്ടത്. എനിക്ക് ആ ക്യാമറാമാനെ പരിചയമുണ്ട്, ഡയറക്ടർ അത്രയും പരിചയമില്ല. അതിൻ്റെ ഒരു കൺട്രോളർ വഴിയാണ് എനിക്ക് ആ ക്യാരക്ടർ കിട്ടുന്നതൊക്കെ. അപ്പോൾ ഞാൻ വേറൊരുത്ത ഇതേപോലത്തെ എന്നെ പോലത്തെ ഒരുത്തൻ പോകുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ പ്രൊഡ്യൂസറുടെ പെങ്ങളുടെ മകൻ കുവൈറ്റിൽ എങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇവൻ ആ സമയത്ത് ഇറങ്ങി വന്നപ്പോഴത്തേക്കും നാട്ടിലെത്തി ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു.
വന്നപ്പോഴത്തേക്കും ഇവനും ഈ നടിയെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ വേഷം എനിക്ക് ചെയ്യണം അമ്മാവെന്ന് പറയുമ്പോഴത്തേക്കും ക്യാരക്ടർ കയറി ആ വേഷം അവർ കൊടുത്ത് ഞാനിവിടെ മേക്കപ്പ് ഇട്ടിരിക്കുക. അയ്യോ, അപ്പൊ നമ്മളപ്പോ ഒരാൾ ചിന്തിച്ച് പോലും നോക്കുന്നില്ല, അയ്യോ അവൻ്റെ എന്ത് പറയും, അവനെ വിളിച്ചു വരുത്തി മേക്കപ്പ് ഇട്ട് കോസ്റ്റ്യൂം ഇട്ട് നിൽക്കുകയാണല്ലോ നോക്കുക. അത് അങ്ങനെയൊന്നുമില്ല. അവനെ പറഞ്ഞു വെച്ചേക്കും അത്ര ലാഭത്തോടെ സംഭവം പോയി. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്നൊരു എക്സ്പീരിയൻസ്, അങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും അതിനെ എതിർത്ത് ഫൈറ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് നമ്മൾ അതിൽ നിന്ന് ഓരോന്ന് പഠിക്കുമെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അവനൊക്കെ എന്തിനാണ് കുവൈറ്റിൽ നിന്ന് ഇപ്പോൾ വന്നത്. കുവൈറ്റിലിരുന്നാൽ കഴിഞ്ഞ് വന്നാൽ പോരാ മതി. ലാസ്റ്റ് എന്തായി, അവനൊന്നും ആയില്ല. ആ പുറത്താക്കിയ ഞാൻ ഇപ്പോഴും 10-33 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ട്. വലിയ ഹൈറ്റിലേക്ക് പോയിട്ടില്ലെങ്കിലും ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ജോലി. സുരേഷിന്റെ വേറെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കൺവിൻസ് ചെയ്തത് ആരാ? ഈ മഴക്കാലത്ത് ചെയ്യാറില്ല, മഴയും തണുപ്പും മഴക്കാലം മൊത്തത്തിൽ എല്ലാവരും ഇതായിട്ട് ഒരു തണുപ്പല്ലായിരുന്നു. ഏക്കൂല ഉള്ള പേര് പോവും. അതല്ല, അല്ലെങ്കിൽ മഴ മാറിയിട്ടേ ഉള്ളൂ. ഏപ്രിൽ മെയ് മാസം നല്ല ചൂട് കത്തി നിൽക്കുമ്പോൾ ഞാനിതെന്തായാലും തിയേറ്ററിൽ കാണാം. എന്നാ റിലീസ് ഡേറ്റ് പറഞ്ഞോ? ജൂലൈ 18 നമ്മുടെ റിലീസ്. തിയേറ്റേഴ്സിലാണ് സിനിമ ഇറങ്ങുക. അപ്പം സഹിച്ചേട്ടൻ പറഞ്ഞതുപോലെ എല്ലാരും തിയേറ്ററിൽ വന്ന് ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അല്ല, ഡെഫിനറ്റ്ലി തിയേറ്ററിൽ വന്നാലേ രക്ഷപ്പെടുള്ളൂ. ഇപ്പോൾ ഏത് സിനിമയാണ്, ഇതിപ്പോൾ ഞങ്ങൾ അഭിനയിച്ചതായാലും രാഹുൽ ഡയറക്ട് ചെയ്ത അല്ലെങ്കിൽ വേറെ ഭയങ്കര വലിയ ആക്ടേഴ്സ് അഭിനയിച്ചതായാലും എല്ലാത്തിനും ആൾക്കാരെ തിയേറ്ററിലേക്ക് വന്നാലേ കാര്യമുള്ളൂ. ഒരു പ്രാവശ്യം ഒന്ന് കണ്ടു നോക്കൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരോടും പറയാം, നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കൂ. അല്ല, ഇതൊരു വലിയ ഒരു സിനിമയാണെന്നോ ഭയങ്കര സംഭവമാണെന്നോ എന്നുള്ള അവകാശവാദങ്ങളൊന്നുമില്ല. ഇതൊരു ചെറിയ സിനിമ തന്നെയാണ്. എന്നാൽ ഇതുവരെ ആരും പറയാത്തൊരു പ്രമേയവും അതിനെ വളരെ ഭംഗിയായിട്ട് തന്നെ രാഹുൽ റജി നായർ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ വേഷങ്ങൾ തന്നെ ഞങ്ങൾക്കും വളരെ അപൂർവമായി കിട്ടുന്ന ഒരു വേഷമാണ്. ഞങ്ങളാൽ കഴിയാവുന്ന വിധം അത് നന്നാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഈ സിനിമ കാണുന്നവർക്ക് ഒരിക്കലും ബോറടിക്കില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് പൊട്ടിച്ചിരിക്കാനൊന്നുമില്ലെങ്കിലും എന്നാൽ എവിടെയെങ്കിലുമൊക്കെ ചിരിക്കാനും ഒക്കെയുണ്ട്. അങ്ങനെ ഒരു പ്രമേയം കൊണ്ടൊക്കെ ഒരുപാട് പുതുമയുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് തിയേറ്ററിൽ വന്ന് കണ്ട് പ്രോത്സാഹിപ്പിച്ചാലേ അത്തരം സിനിമകൾ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാവുള്ളൂ. ഇതൊരു ത്രൂ ഔട്ട് കോമഡി സിനിമ അല്ല. ഇപ്പൊ നമ്മൾ ഫ്ലാസ്ക് എന്നുള്ള പേര് കേൾക്കുമ്പോഴും ഫ്ലാസ്കിന്റെ കോമഡി പോലെ പക്ഷെ അതൊരു ത്രൂ ഔട്ട് ഇതൊരു വേറൊരു പർട്ടിക്കുലർ ജോണറാണ്. അതിന് ഏത് ജോണർ എന്നാണ്? റിലേഷൻഷിപ്പ് ഡ്രാമ. So we can call it relationship drama, yeah. ഇതിന്റെ ഒരു ഭയങ്കര ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെയാണ് എന്റെയും സുരേഷിന്റെ ക്യാരക്ടേഴ്സ് ഇതിനകത്ത് ട്രാവൽ ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിട്ടാണ്, അതാണ് നമ്മളിത് ചെയ്തത്. അത് ഓഡിയൻസിനും ഇഷ്ടപ്പെടുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഓക്കെ. ഈ റീൽസിൻ്റെ കാര്യം പറയുമ്പോൾ ഇതുപോലെ ഒരു ക്യാപ്ഷൻ ഞാൻ വായിച്ചു. നമ്മുടെ സോങ് ഉണ്ടല്ലോ, മാമാ തോടാ പ്യാർ തരാമോ. അപ്പം നിങ്ങളോട് ആരെങ്കിലും ഇത് പറയുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ റിപ്ലൈ എന്നാണ് ഞാൻ ആ ക്യാപ്ഷൻ വായിച്ചത്. അത് ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങളോട് ആരെങ്കിലും അത് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ റിപ്ലൈ? അത് മാത്രമേ കൊടുക്കാനുള്ളൂ. എന്ത്? വേറെ കാശൊന്നും ഇല്ല കൊടുക്കാൻ. ഓക്കെ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞു ഞങ്ങളുടെയൊക്കെ ഒരു എന്ത് ജീവിതം വേണമെന്നുള്ള. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഹിന്ദി അറിയാം അല്ലേ? എനിക്കാ ഇല്ല. മാമ തോടാ പ്യാർ അല്ലല്ല, തോടാന്ന് പറഞ്ഞു. തോട സാധാരണ അറിയാത്തൊരു തോടാന്നേ പറയൂ. ഞാൻ തോട പറഞ്ഞപ്പോ അത് ഞാൻ അടുത്ത ഇപ്പൊ ഹിന്ദി അറിയാതിരിക്കുന്നു. ഇച്ചിരിച്ചറിയാം, കുച്ച് കുച്ച് മാലും. അതാണ്. ഇപ്പൊ മൂവിയില് നമ്മള് എന്താ മാവോയിസ്റ്റുകാരെ ഇപ്പൊ പിടിച്ചോണ്ട് പോലോ. അപ്പൊ സൈചേട്ടൻ പറയേണ്ട ഡയലോഗ് ഉണ്ട്, ചിരിച്ചോ ആൾക്കാർ. ഇല്ല, ടീസർ ഞാൻ ഫുൾ കാണാൻ എന്നത് വേറൊരു ഐറ്റാണ് കേട്ടോ. അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. എന്തുണ്ടല്ലേ. ഓക്കെ, സംഭവം ഞാൻ കണ്ടത് നമ്മുടെ മാവോയിസ്റ്റുകാർ പിടിച്ചോണ്ട് പോകുമ്പോൾ സൈചേട്ടൻ പറയുന്ന ഡയലോഗ് ഉണ്ട്, ചിരിച്ചോ. അപ്പൊ ആൾക്കാർ വിചാരിക്കും നമ്മൾ സന്തോഷത്തോടെ മരിച്ചത്. പക്ഷെ അപ്പൊ അപ്പുറത്ത്
വേറൊരാളത് തെറ്റായ രീതിയിൽ എടുക്കണം. അതായത് ഫോർ എക്സാമ്പിൾ തൊട്ടപ്പുറത്തെ സീൻ പറയണത് എന്താ ഇവന്മാരൊക്കെ ചിരിച്ചുകൊണ്ടാണോ നിൽക്കണം, അപ്പോൾ ഇവന്മാരെന്താ മാവോയിസ്റ്റ് ആണെന്ന്. അപ്പം നമ്മുടെ ലൈഫിലാണെങ്കിൽ തന്നെ നമ്മളൊരു കാര്യം ഇങ്ങനെ വിചാരിച്ചായിരിക്കും നമ്മൾ ചെയ്യുക, പക്ഷെ ആളുകൾ അത് എടുക്കണത് വേറെ രീതിയിലായിരിക്കും എന്നുള്ളതിനൊരു വലിയ എക്സാമ്പിൾ അത്. അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും ഉറപ്പായിട്ട്. നമ്മൾ ഇതിന്റെ മറ്റേ എക്സാമ്പിൾ ചോട്ട മുമ്പ് ഇപ്പൊ കത്തിക്കുമ്പോൾ നമ്മൾ പറയുന്ന എക്സാമ്പിൾ ഉണ്ട്, പോലീസുകാർ പിടിച്ചോണ്ട് പോകുമ്പോൾ നീ ടാറ്റ കാണിക്കുമല്ലോ, അതുപോലത്തെ മൊമെന്റ്സ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ മണിരത്നം സാറിനോട് ഒരു പ്രാവശ്യം ചാൻസ് ചോദിച്ചായിരുന്നു. അത് ഞാൻ ആക്ച്വലി പുള്ളി എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്, അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യുവാണ്, ഹോംവർക്ക് ചെയ്യുവാണ്, എങ്ങനെയാണ് ഞാൻ പുള്ളി അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ്റെ മലയാളവും ഹിന്ദിയാണ് ഏറ്റവും ഫ്ലുവൻറ്റ്. പക്ഷെ ഹിന്ദി പുള്ളിക്ക് മനസ്സിലാവില്ല എന്നുള്ളത് എനിക്കറിയാം. ഹിന്ദി പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പുള്ളിക്ക് മനസ്സിലാൻ സാധ്യതയില്ലല്ലോ. അപ്പം സേഫ് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് എൻ്റെ ഭയങ്കര ഫ്ലുവൻ്റ് അല്ല. അപ്പോൾ ഞാനത് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ സർ ഐ വുഡ് ലൈക്ക് ടു വർക്ക് വിത്ത് യു, അതായിട്ട് ലൈക്ക് അല്ല ലവ് എന്ന് പറയാം. സർ ഐ വുഡ് ലവ് ടു വർക്ക് വിത്ത് യു, സർ ഐ വുഡ് ലവ് ടു വർക്ക് വിത്ത് യു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതാണ് എനിക്ക് പറയേണ്ടത്. പെട്ടെന്ന് നോക്കി പുള്ളി കാണുന്നില്ല. അപ്പം ഞാനിങ്ങനെ പുള്ളി തപ്പി ഒരിടത്ത് ചെന്നിങ്ങനെ നിൽക്കുകയാണ്. പുള്ളി പെട്ടെന്ന് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, ഒരു സ്ഥലത്ത് നിന്ന് വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഞെട്ടി. എന്നുവെച്ചാൽ എന്താണ് പുള്ളിയിടക്കിലാണല്ലോ എനിക്ക് പറയണ്ട. അപ്പം മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഞാൻ സർ ഹലോ, അപ്പോൾ പുള്ളി ഹലോ സർ ഹൗ അബൌട്ട് വർക്കിംഗ് വിത്ത് മീ. മൊത്തം മാറിപ്പോയി. ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് താങ്കളുടെ പടത്തിൽ വന്ന് അവസരം തരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഇങ്ങനെയായിപ്പോയി. പുള്ളി എൻ്റെ ജീവിതത്തിൽ അതെ പക്ഷെ പുള്ളി വളരെ നല്ലപോലെ അത് ഇത് ചെയ്ത് കേട്ടോ. ഷോ എന്ന് പറഞ്ഞു. പുള്ളിയുടെ ജീവിതത്തിൽ എന്നെ അടുപ്പിക്കില്ല. നമ്മൾ സെയിം പിച്ച. എന്നെ വിളിച്ചതുപോലെ എന്നെ ഇങ്ങോട്ട് വിളിച്ചാ എൻ്റെ ഒരു 3 മാസം വെറുതെ കൊണ്ട് കളയും ചെയ്തു. ഇന്നും ആ ദേഷ്യം അവരുടെ രീതി അങ്ങനെയാണ്. വെറുതെ ഡേറ്റ അങ്ങ് ബ്ലോക്ക് ചെയ്യുക. നമുക്കിത് ആരോടും പുറത്ത് പറയാനും പറ്റുന്നില്ല. ഇത്തരം സാധനങ്ങളൊക്കെ പുറത്ത് പറഞ്ഞ് പെട്ടെന്ന് ഫ്ലാഷ് ആയി പോകും. നമുക്ക് കുറെ അനുഭവം ഉള്ളതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് നമ്മൾ തെറിക്കാം. നമ്മൾ ഒന്ന് കമ്മിറ്റായി ഒരു സീൻ 2 സീനൊക്കെ അഭിനയിച്ച ശേഷം മാത്രമേ അത് പുറത്ത് പറയുള്ളൂ. ഒരാൾക്കും അറിയാതെ ഞാൻ മനസ്സിൽ കൊണ്ടുവച്ച് നടന്നു കടൽ എന്ന സിനിമയ്ക്ക്. ആ സിനിമയ്ക്ക് അന്നപ്പോൾ എനിക്കറിയില്ലായിരുന്നു. എനിക്ക് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് കോൾ വരുന്നു. ഞാൻ കണ്ണൂർ വേറെ ഷൂട്ടിൽ നിൽക്കുകയാണ്. അവരിങ്ങനെ 2-3 ആദ്യം ഞാൻ ആരോ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചു ഞാൻ. കാരണം മണിരത്നത്തിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ എന്നെ വിളിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. പിന്നെ വേറെ പെണ്ണ് വിളിക്കുന്നു, നമ്പർ കൺഫേം ചെയ്യാൻ വിളിച്ചതാണെന്ന് പറയുന്നു, അതേന്ന് പറയുന്നു. പിന്നെ വേറെ ആൾ വിളിക്കുന്നു. അങ്ങനെ ഇതിൻ്റെ സീരിയസ്നെസ് കൂടി വന്നു. അപ്പോൾ സാർ നേരിട്ട് കാണണമെന്ന് ഞാൻ പറയാം. ഞാൻ ഷൂട്ടിലാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ വരാം വരുന്നു. ഇവിടെ ഞാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ മമ്മൂക്കയുടെ പടം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് മാത്രം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ആരോ ഒരാളടുത്ത് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ പോലും അറിയിച്ചിട്ടില്ല. നേരെ അവർ ടിക്കറ്റൊക്കെ അയച്ചു തരുന്നു. ഞാൻ നേരെ മദ്രാസിൽ പോയി ഇയാളുടെ ഓഫീസിൽ പോയി. പുള്ളി ഇങ്ങനെ മോളിലാണ് ആ ഓഫീസിൽ. പുള്ളി മോളിൽ തന്നെ കാണുന്നു. ഒരു കുട്ടി വന്ന സ്ഥലം എന്താ കേരള ആക്ടർ എന്ന് പറയുന്നു, വരാൻ പറയുന്നു. അപ്പോൾ അന്ന് പുള്ളിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല തമിഴ് സംസാരിക്കുന്നു. അപ്പോൾ എങ്ങനെ തമിഴ് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എന്തായിരിക്കും എന്നെ വിളിക്കാൻ, ഇവിടുന്ന് എന്നെ ഇയാൾ സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്തായിരിക്കും ആലോചിച്ചപ്പോൾ ഞാൻ ലാസ്റ്റ് ചോദിച്ചു. പുള്ളി എന്നോട് ചോദിച്ചു, ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണോ നിങ്ങളെന്ന് എനിക്കൊരു സംശയം എന്ന് പുള്ളി പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത് എനിക്കും ഒരു പിടിയില്ല. എനിക്ക് കോൾ വന്നു, ഞാൻ താങ്കളുടെ വലിയൊരു ആരാധകനാണ്, അപ്പോൾ ഈ ചാൻസ് ഒന്ന് കണ്ടിട്ട് പോവാം എന്ന് വെച്ച് വന്നതാണ് എന്ന് പറഞ്ഞു. ആ പുള്ളി ഉദ്ദേശിച്ചത് ഇങ്ങനെ ഷാജി എൻ കരുണിൻ്റെ കുട്ടിസ്രാങ്ക് എന്നുള്ള സിനിമയിൽ ആ വേഷം ചെയ്ത ആളാണ്. ഞാൻ തന്നെയാണ്, എനിക്ക് സമാധാനം ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. ഞാനൊരു ജീൻസും ടീഷർട്ടും ഇട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ പുള്ളി കൊള്ളാമല്ലോ, എങ്ങനെ അപ്പിയറൻസ് ചെയ്തു എന്നൊക്കെ വെച്ച് അതൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ ആ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി പുള്ളി ഒരു സ്ട്രെയിറ്റ് ഫോട്ടോ പ്രൊഫൈലൊക്കെ എടുത്തിട്ട് സ്കെച്ച് ഉണ്ടാക്കി തരാം, നമുക്ക് 2-3 അപ്പിയറൻസ് ഉണ്ട്, അത് മാക്സിമം നമ്മൾ തന്നെ വളർത്തി ഉണ്ടാക്കണം, എനിക്ക് ഒട്ടിക്കുന്ന ഇഷ്ടമല്ല, അതാണെന്നൊക്കെ പറഞ്ഞ് താഴെ വരുമ്പോഴത്തേക്കും ഒരു ക്യാബിനിൽ നിങ്ങളുടെ റെമ്യൂണറേഷൻ ചോദിക്കാൻ ഒരാൾ, വേറൊരു ക്യാബിനിൽ നിങ്ങളുടെ കോസ്റ്റ്യൂം മേക്കപ്പ് നിങ്ങൾ കൂടെ കൊണ്ടുവരുന്നതാണോ ഞങ്ങൾ അറേഞ്ച് ചെയ്യണോ, അങ്ങനെ നമ്മൾ ശമ്പളമൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അത് ഈ പടം തുടങ്ങട്ടെ, ഇതൊക്കെ ഞാൻ എസ്കേപ്പായി. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞ് നാട്ടിലെത്തിയ ശേഷം ഇതിൻ്റെ അസോസിയേറ്റ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, സാർ മാർച്ച് 21 തൊട്ടിട്ട് ഏപ്രിൽ 14 വരെ ഒന്ന് ബ്ലോക്ക് ചെയ്തോളൂ കേട്ടോ എന്ന് പറയും. ആയിക്കോട്ടെ ഓക്കെ എന്ന് പറയും. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് സാർ ഏപ്രിൽ 15 തൊട്ടിട്ട് ഇങ്ങനെ 3 മാസം അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഞാൻ മല്ലു സിംഗ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ മേക്കപ്പ് മാൻ രഞ്ജിത്ത് അമ്പാടി
അങ്ങനെയുണ്ട്. അപ്പോൾ രഞ്ജിത്ത് അമ്പാടി ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം ഞാൻ ലൊക്കേഷനിലേക്ക് വരിക. അപ്പോൾ ഇവനാകെ കറുത്ത് ഉണങ്ങി നാശമായിട്ട് വരുന്നവൻ. അപ്പോൾ ഞാൻ രഞ്ജിത്ത് എന്ത് പറ്റി? ഓ ചേട്ടാ ഒന്നും പറയണ്ട, ഞാൻ വർക്കലയിലെ ബീച്ചിലായിരുന്നു ഷൂട്ട്, മുടിഞ്ഞ വെയിലും അങ്ങനെ എങ്ങനെ. ഏത് പടം? ഒരു തമിഴ് പടം. ആരുടെ? മണിരത്നത്തിൻ്റെ പടം. ഏത് പടം? കടൽ. കടലിന് വേണ്ടി ഞാൻ ഡേറ്റ് ബ്ലോക്കായി വീട്ടിലിങ്ങനെ ഇരിക്കുക. ഞാൻ അവിടെ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞു, നമ്മളെ അറിയിച്ചിട്ട് പോലില്ല അവർ. ശരി. അവരുടെ രീതി അങ്ങനെയാണത്. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ അസോസിയേറ്റ് പറഞ്ഞു അതിന് ശേഷം മൊത്തം സ്ക്രിപ്റ്റ് മൊത്തത്തിൽ നിന്ന് മാറി. പിന്നെയാണ് ആ പടത്തിൽ അരവിന്ദ് സ്വാമിയും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വരുന്നതൊക്കെ. എന്നോട് സ്ക്രിപ്റ്റ് പുള്ളി തന്നെ വായിച്ച് കേൾപ്പിച്ചതൊക്കെയാണ്. അത്രയും അങ്ങനെ വലിയൊരു എക്സ്പീരിയൻസ് കിട്ടി നമുക്ക്. പക്ഷെ ഇന്നും ദേഷ്യം കിടപ്പുണ്ട് മനസ്സിൽ. എന്തെങ്കിലും പറഞ്ഞു വരുമായിരിക്കും. ആയാലും കടലായാലും നമുക്ക് അയാളുടെ പടത്തിൽ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം എന്തായാലും ഉണ്ട്. അപ്പം എന്തായാലും നമുക്കിപ്പോൾ ഒരു ഫ്ലാസ്ക് തുറന്നൊരു ചൂട് കാപ്പിയിൽ ചൂട് ചായ കുടിക്കുമ്പോൾ ഒരു കിടിലം ഫീലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സിനിമ തിയേറ്ററിൽ നിന്ന് പോയി കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു കിടിലം ഫീൽ കിട്ടട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് എന്തായാലും തിയേറ്ററിൽ പോയി പടം കണ്ടിരിക്കും. താങ്ക് യു താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.